പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. മനുവിന്റെ തിരോധാനത്തെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു പോകുന്ന അഞ്ജലി എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് മനുവിനെ കണ്ടെത്തി തരണം എന്നുള്ള കാര്യം പറഞ്ഞ് കരയുകയാണ്. ഈ കാഴ്ച കണ്ട് എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു. ഇതേ തുടർന്ന് സ്നേഹയും കൂട്ടരും അഞ്ജലിയെ ആശ്വസിപ്പിക്കുന്നതിനുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ശരിയാകും. ഞങ്ങൾ ഉടൻ തന്നെ അവനെ അന്വേഷിച്ച് കണ്ടെത്തി നിന്റെ മുൻപിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പും നൽകുകയും ചെയ്തതിനെ തുടർന്ന് അഞ്ജലിയാകെ തളർന്ന് കരഞ്ഞു ഉറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഈ കാര്യം കാണുന്ന സൂര്യയാകട്ടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ ആകെ പകച്ചു പോയിരിക്കുകയാണ്. അവളുടെ സ്നേഹം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ തന്നേക്കാൾ കൂടുതൽ അവൾ മനുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇത്രയധികം സ്നേഹം മനുവിന് ലഭിച്ചത് തന്നെ മനുവിൻ്റെ ഭാഗ്യമാണ് എന്ന് കരുതുകയും ചെയ്യുന്ന സൂര്യ ഇതേ തുടർന്ന് ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. പക്ഷേ ആരായിരിക്കും മനുവിനെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. എത്രയൊക്കെ ആലോചിച്ചിട്ടും കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുന്നുമില്ല. തൻ്റെ ബിസിനസ് ശത്രുക്കൾ തന്നെയാണോ ഇതിന് പിന്നിൽ കളിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മനുവിൻ്റെ അച്ഛൻ്റെ മുന്നിൽ. പക്ഷേ ഇതേ തുടർന്നാണ് മനുവിനെ രക്ഷിച്ചുകൊണ്ട് തിരികെ സൂര്യ എത്തുന്നത്. അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് വീട്ടിലുള്ള എല്ലാവരെയും ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. മനുവിന് ഒന്നും തന്നെ സംഭവിക്കാൻ താൻ അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന സൂര്യ അതുകൊണ്ട് തന്നെയാണ് അവനെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അഞ്ജലിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് മനുവിനെ. അഞ്ജലിയോട് അഞ്ജലിക്ക് ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല, അഞ്ജലി ആഗ്രഹിച്ചതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലി മനുവിനെ കെട്ടിപ്പിടിച്ച് മനുവിന് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. വയ്യാത്ത ഈ അവസ്ഥയിൽ മനുവിനെ ഇങ്ങനെയൊക്കെ ആരാണ് ചെയ്തത്, എനിക്ക് സത്യങ്ങൾ അറിയണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് അവനോട് ഒന്നും തന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് സൂര്യ പറയുകയാണ്. എന്തായാലും അവനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, അതിനുശേഷമാകാം മറ്റു കാര്യങ്ങൾ. നിങ്ങളിങ്ങനെ ധൃതി കൂട്ടി അവനെ വേദനിപ്പിക്കരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് റെസ്റ്റ് കൊടുക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ് എല്ലാവരും. ഇതേ തുടർന്ന് അഞ്ജലി മനുവിൻ്റെ എല്ലാ കാര്യവും നോക്കി കൂടെ തന്നെ നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ട് വീട്ടിലുള്ള എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവർ കരുതിയിരുന്നതല്ല. മനുവിൻ്റെ കാര്യങ്ങൾ നോക്കി ഇടതും വലതും നിന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് സൂര്യയ്ക്കും വളരെയധികം വിഷമമുണ്ടായിരിക്കുകയാണ്. ഇതേ സമയം സ്നേഹ സൂര്യയെ ചെന്ന് കണ്ടതിനെ തുടർന്ന് സൂര്യ മനുവും അഞ്ജലിയും പരസ്പരം ഒന്നിക്കേണ്ടവർ തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അവർ പരസ്പരം ഒന്നിക്കുന്നതിന് വേണ്ടി ജനിച്ചവർ തന്നെയാണ്. അല്ലാതെ ഇത്രയധികം സ്നേഹം മനുവിന് നൽകാൻ അവൾക്ക് എങ്ങനെയാണ് പറ്റുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന സ്നേഹ, നീ പറയുന്നത് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവന്റെ ജീവനായ മനുവിനെയാണല്ലോ അവൾക്ക് വേണ്ടി വിട്ടുകൊടുത്തത് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ
ആ കാര്യത്തിൽ യാതൊരു വിഷമവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. മനു ഇപ്പോൾ വളരെ സുരക്ഷിതമായ കൈകളിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്. അവൾ അവനെ പൊന്നുപോലെ നോക്കും. ഈ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇപ്പോഴില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന സൂര്യയാകട്ടെ അതും ശരി തന്നെയാണ്. മനുവിന് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. വീട്ടുകാർ എല്ലാവരും ഇപ്പോൾ ആ ജീവിതം കണ്ട് അസൂയപ്പെടുക തന്നെ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന സൂര്യ, ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ സംഭവിച്ചതെല്ലാം നല്ലതിന് തന്നെയാണ്. ആ വിശ്വാസം തന്നെയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ അവരെ പിരിക്കുന്നതിനായി ഇനി മുന്നോട്ട് വരികയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് സ്നേഹ അവിടെ നിന്ന് പോകാൻ തയ്യാറാവുന്നു. എന്നാൽ ഇതേ സമയം പ്രഭയാകട്ടെ അരവിന്ദിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എങ്ങനെയാണ് അവർ ഇത്രയധികം അടുത്തത് എന്നും ചോദിക്കുകയും ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അരവിന്ദ്, എനിക്കും ഇതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു മിറാക്കിൾ തന്നെയാണ് എന്ന് വേണം പറയാൻ. സംഭവം സൂര്യയുമായി അവൾക്ക് പ്രണയമുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു വഴിത്തിരിവ് ഉണ്ടാവുക എനിക്ക് ഓർക്കാൻ കൂടി സാധിക്കുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് തെറ്റുപറ്റിയത് നമുക്കാണ് എന്ന് പറയുന്ന പ്രഭ, പക്ഷേ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ താൻ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം അരവിന്ദിനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.